ഹായ്. വേങ്ങേരി ഇല്ലത്തെ തിരുമേനി ഗുരുവായൂരപ്പൻ്റെ പൂജാരിയായിരുന്നു. അദ്ദേഹം ഒരു ദിവസം ശ്രാദ്ധത്തിന് പോകേണ്ടായി വന്നുകൊണ്ട് പുത്തൻ പറഞ്ഞയച്ചു പൂജിക്കാനായിട്ട്. അപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ നാമമായിട്ട് ഞാൻ ചെല്ലുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഉണ്ണിയെ അനുഗ്രഹിച്ച കണ്ണൻ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ഉണ്ണു ഭഗവാനെ വെണ്ണയും ചോറുമായി, ഉണ്ണു ഊറതൈരും കൂട്ടി കൃഷ്ണ. കണ്ടു ഗുരുവായൂർ ശാന്തിക്കങ്ങുണ്ടായി, വേങ്ങേരി ഇല്ലത്തെ നമ്പൂതിരി. അന്നൊരു ദിനം ഉണ്ണി നമ്പൂരിയെ ശാന്തിക്കങ്ങാക്കിട്ടു തൂർണം ഗമിച്ചതു ശ്രാദ്ധമുണ്ണാൻ. ഉണ്ണി പൂജിച്ചുള്ള നേദ്യങ്ങളൊന്നുമേ കണ്ണനാം കൃഷ്ണൻ പൂജിക്കായകയാൽ. ഉണ്ണി നമ്പൂതിരി വിഷണ്ണനായി ചോദിച്ചു, ഇന്നലെയോളം പൂജിച്ചില്ലേ കണ്ണാ? ഇന്നെന്തേ ഉണ്ണാതിരുന്നു നേദ്യം? ഊണിനു വട്ടങ്ങൾ പോരാഞ്ഞിട്ടോ കൃഷ്ണ? ഉണ്ണാഞ്ഞാൽ ക്ഷീണിക്കുമല്ലോ ദേഹം. എന്നിട്ടും നേദ്യം പൂജിക്കാതെ കണ്ടപ്പോൾ ഉണ്ണി കരുതി വട്ടങ്ങൾ പോരാഞ്ഞെന്ന്. ഇല്ലത്തേക്കോടി മച്ചിൽ ഇരിപ്പുള്ള കടുമാങ്ങയും ഉപ്പേരിയും നല്ല കാളനും ഓലനും പപ്പടം ധാരാളം കട്ടത്തൈരും കൈപ്പയ്ക്ക കൊണ്ടാട്ടം സാമ്പാറും ചോറുമായി കണ്ണന്റെ മുന്നിലായൊക്കെ വച്ചു. ഉണ്ണു ഗുരുവായൂരപ്പ ഭഗവാനെ, ഉണ്ണു മഹാപ്രഭോ ബാലകൃഷ്ണ. ഉണ്ണുവാനായി പറഞ്ഞതു പിന്നെയും കണ്ണൻ താനപ്പോഴും ഉണ്ടതില്ല. അന്നേരം ദുഃഖം കലർന്നുടനുണ്ണിയും കണ്ണനോടേവമായുണർത്തി, അച്ഛൻ വന്നാലെന്നെ തല്ലുമറിഞ്ഞാലും അച്യുതനൂണു കഴിച്ചില്ലെങ്കിൽ ഇത്തരം ബാലന്റെ ദീനപ്രലാപം കേട്ടാത്തി നിഷേവിതനായ കൃഷ്ണൻ തന്നെ ഭജിക്കുന്നവർക്കു താൻ സ്വാധീനം എന്നു ജനങ്ങൾക്കു കാണിപ്പാനോ? ദൈവത്വം അപ്പോൾ മറന്ന ഭാവത്തോടെ നൈവേദ്യമെല്ലാം ഭുജിച്ചു കൃഷ്ണൻ. എന്നതു കണ്ടു ധരണി സുരാത്മജൻ ഉന്നതനാനന്ദ നിമഗ്നനായി. പാത്രം പുറത്തേക്കു വച്ചൊരു നേരത്ത് കാത്തു നിന്നിടുമാ കടക്കാരൻ. ഭാജനം തന്നിൽ ഒരു വറ്റും കാണാതെ ഭോജനം ഉണ്ണി കഴിച്ചെന്നോർത്തു. ഭാരം കുപിതനായി ചൊല്ലിനാൻ ഇത്തരം നേരുള്ളോരുണ്ണിയെ നോക്കി വേഗാൽ. ചോറു മുഴുവനും അകത്തിരുന്നുണ്ടിട്ട് പാരാതെ പാത്രം പുറത്തുമിട്ടു. ആരിതു മോറുവാൻ ബാല്യക്കാരുണ്ടോ? അച്ഛൻ വരട്ടെ, ഞാൻ കാട്ടിത്തരാം. ആക്ഷേപിച്ചുണ്ണിയോടി വണ്ണം ചൊല്ലിട്ട് അക്ഷിതി ദേവൻ വന്നപ്പോൾ ഓതിയെല്ലാം. ശിക്ഷിക്കാൻ ഉണ്ണിയെ അച്ഛൻ മുതിർന്നപ്പോൾ പക്ഷീന്ദ്രവാഹനൻ മാരുദേശൻ ശ്രീലകം തന്നിൽ നേവമരുൾ ചെയ്തു, ഉണ്ണിയെ തല്ലേണ്ട ഉണ്ടതു ഞാൻ. ഗംഭീരമാകും അശരീരി കേട്ടുടൻ അമ്പരന്നെല്ലാരും സംഭ്രമിച്ചു. ഉണ്ണിയെ വാഴ്ത്തി സ്തുതിച്ചവരെല്ലാം കണ്ണൻ താൻ വൈഭവം ചിത്രമൂർത്തു. ഉത്തമ ശ്ലോകന്റെ വാർത്ത ഞാൻ ചൊല്ലുന്നേ. ഭക്തപരായണൻ തൻ കൃപയാൽ ഭക്തിയോടിക്കഥ ചൊല്ലും ജനങ്ങൾക്കു ഭക്തിയും മുക്തിയും വന്നു ചേരും. ഗോവിന്ദ ഗോവിന്ദ ഗോപിക വല്ലഭ ഗോപാല ബാലക ബാലകൃഷ്ണ. ഇതുണ്ടായ സംഭവമാണ്. ഗുരുവായൂർ അമ്പലത്തിലാണ് അമ്പലത്തിന്റെ അടുത്താണ് ഈ ഇല്ലം, വേങ്ങേരി ഇല്ലം. അടുത്ത ഉണ്ണി കൊണ്ട സംഭവമാണത്. എല്ലാവർക്കും ഭഗവാൻ ആ കുട്ടിയുടെ വേദന മനസ്സിലാക്കി നിർബന്ധിച്ച് ഊണ് കഴിപ്പിച്ചപ്പോൾ ഭഗവാനുണ്ട്. സങ്കടം ഭഗവാന് സഹിക്കാനായില്ല. അതാണ് ഇതിന്റെ കഥ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.